കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ഇപ്പൊ വേണ്ടാത്തൊന്നും ചിന്തിക്കാതിരിക്കും ശ്രേയെ. ഒരു വട്ടം താലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഉപേക്ഷിക്കുന്ന അത്ര എളുപ്പമല്ല. ആസ്തി വരെ ഭാഗം വെച്ച് തരേണ്ടി വരും. മാസാമാസം ജീവനാംശത്തുകയും തരേണ്ടി വരും. ആ കാശുണ്ടെങ്കിൽ മതി, നമുക്ക് 4 സിനിമ എടുക്കാൻ പറ്റും. സത്യാണോ ജയ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. എനിക്ക് സിനിമ ഹീറോയിൻ ആവണം, അത്ര തന്നെ. അത് ഉറപ്പല്ലേ ബ്യൂട്ടി? ശ്രേയേ, നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ടെൻഷൻ അടിച്ചാലേ മുഖത്ത് ചുരുക്കങ്ങളുണ്ടാവും, അതോടെ ഗ്ലാമറും പോവേ. ഏയ് ഇല്ലില്ല, ഞാൻ ഇനി ഒരു ടെൻഷനും എടുക്കില്ല. എന്റെ ഗ്ലാമർ ഞാൻ കാത്തു സൂക്ഷിക്കും. ദേവേട്ടൻ നന്നായിരിക്കുന്നമ്മേ. അച്ഛനും അമ്മയും അച്ഛമ്മയും എല്ലാവരും നന്നായിരിക്കുന്നു. അമ്മ ആരോഗ്യം നോക്കിക്കോണേ. സമയം മരുന്നും കഴിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനെപ്പോഴാ നിന്റെ അമ്മയായി? മരുന്ന് കഴിക്കാനോ? നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ശ്രേയ? ഓ, ഇപ്പൊ പിടികിട്ടി, ആരോ വന്നു അല്ലേ? അതെ അമ്മേ. അടിപൊളി ശ്രേയ മാഡം, എത്ര പെട്ടെന്ന് നീ ഭാവം മാറ്റിയത്. സൂപ്പർ ആക്ടിങ്. ഈ പെർഫോമൻസ് കണ്ടിട്ടാ നീ ഒരു ഹീറോയിൻ ആവുമെന്ന് നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞത്. ഒട്ടും മാറ്റു കുറയ്ക്കണ്ട, പെർഫോമൻസ് പൊളിക്കണം. എന്നാ ഫോൺ വയ്ക്കട്ടെ. ബൈ. ആ ഓക്കെ, എന്നാ ശരി അമ്മേ. അയ്യോ, ഇതാരാ? ഹിന്ദു അമ്മയോ? അമ്മയോട് സംസാരിക്കായിരുന്നു. ഹിന്ദു അമ്മ വന്നത് ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല കേട്ടോ. നന്നായി വരട്ടെ മോളെ, എണീക്ക്. ഞാനെല്ലാം കേട്ടായിരുന്നു മോളെ. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ എന്ത് കരുതലാ. അമ്മയോട് ഇത്രയും സ്നേഹമുള്ള കുട്ടി ഭർത്താവിന്റെ വീട്ടുകാര്യം പൊന്നുപോലെ നോക്കിക്കോളൂ. നിന്നെ പോലൊരു കുട്ടി ഈ വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ ഭാഗ്യമാ മോളെ. ഇത് വാങ്ങിച്ച മോളെ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വാങ്ങിച്ച മോളെ. ഇത്രയും വലിയ പണക്കാരല്ലേ, അപ്പൊ അത്രയും വലിയ സമ്മാനമായിരിക്കും. നീ ഒരു സ്വർണ്ണ കിണറ്റിലാണല്ലോ വീണത് ശ്രേയ. തുറന്നു നോക്കുമോളെ. പവിഴമാലയോ ഡയമണ്ട് നെക്ലേസോ ആയിരിക്കുമെന്നാ ഞാൻ കരുതിയ. ഈ കുന്തപ്പോ ആർക്ക് വേണം? എന്താ മോളെ നിന്റെ മുഖം പാടിപ്പോയത്? എന്റെ സമ്മാനം ഇഷ്ടായില്ലേ? അങ്ങനെയൊന്നുമില്ല എന്തോമ്മ, എനിക്കിത് ഒത്തിരി ഇഷ്ടായി. ഈ വെണ്ണക്കണ്ണനെ ഞാൻ നിനക്ക് തന്നത് എന്തിനാന്നറിയോ മോളെ? അതേ, 9 മാസം കഴിയുമ്പോഴേക്കും ഈ വെണ്ണക്കണ്ണനെ പോലെ ഒരു പൊന്നും കൊടുത്ത് നീ ഞങ്ങൾക്ക് തരണം. ഈ വെണ്ണക്കണ്ണനെ നിന്റെ മുറി തന്നെ വെച്ചേക്കാം. ദിവസവും ഈ കണ്ണനെ കാണുവാണല്ലേ നിന്റെ മനസ്സിലും ഈ മുഖം ആഴത്തിൽ പതിയും. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം പോലും ആയിട്ടില്ല, അപ്പോഴേക്ക് കുഞ്ഞിനെ വേണോ അത്ര. ഇവർക്ക് വേണ്ടി പ്രസവിക്കാൻ നിന്നാ എന്റെ സ്വപ്നങ്ങളെ തകർന്ന് തരിപ്പണാവുക. പിന്നൊരു കാര്യം പറഞ്ഞില്ലല്ലോ, വൈകുന്നേരം ആവുമ്പോ നിന്റെ അമ്മായിയമ്മ നിനക്ക് ആഭരണങ്ങൾ ചാർത്തുന്നൊരു ചടങ്ങോടുണ്ട്. ആഭരണങ്ങളോ? അതെല്ലോ, കൊച്ചു മരുമോൾക്ക് അവകാശപ്പെട്ട സ്വർണ്ണാഭരണങ്ങള്. അത് നിനക്കല്ലേ തരണ്ടേ? ഗിഫ്റ്റ്
ലിസ്റ്റ് തന്നപ്പോ തന്നെ കുറേയേറെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അവകാശപ്പെട്ടെന്നും കൂടെ പറയുമ്പോ എന്തും വേണ്ടിയുണ്ടാവും. കാര്യം പിടികിട്ടിയല്ലോ അല്ലേ മോളെ? ആഭരണങ്ങളൊക്കെ തരും. എന്നാലും അത് തരുന്നതിന് മുൻപ് നിനക്കൊരു പരീക്ഷയുണ്ട്. ഇന്ന് നീ ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ബന്ധുക്കൾക്കും നിന്റെ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പേണ്ടി വരും. അടുക്കളയിലേക്ക് അപ്പോൾ മറ്റാരെയും തന്നെ അനുവദിക്കില്ല കേട്ടോ. നീ തന്നെ പാചകം ചെയ്ത് ആദ്യം നിന്റെ ഭർത്താവിനെ കഴിപ്പിക്കണം. എന്നിട്ട് മറ്റെല്ലാവർക്കും വിളമ്പി കൊടുക്കണം. അത് കഴിഞ്ഞാലേ ആഭരണം നിന്റെ കയ്യിൽ തരും. ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നിനക്ക് ആഭരണം കിട്ടില്ല. മനസ്സിലായല്ലോ അല്ലേ? എന്നാ റെഡിയായിക്കോ. അയ്യോ, എനിക്കിവിടെ ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. ഇത്രയും പേർക്ക് ഞാൻ എവിടുന്ന ഭക്ഷണം പാകം ചെയ്ത് വിളമ്പി കൊടുക്ക? ഇതിനിടയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടായാ ഈ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോ ഇറക്കി വിടും. ആഭരണങ്ങളെ കൈ കിട്ടുമല്ലോ എന്നോർത്ത് വെറുതെ കൊതിച്ചതാണല്ലോ. ഇതുവരെ നടത്തിയ പരീക്ഷണങ്ങൾ പോരാഞ്ഞിട്ടല്ലേ ഇപ്പൊ ദേ ഇതും കൂടി. രാത്രിയുടെ എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടാവൂ. തട്ടം മാറ്റി ശ്രേയെ കണ്ടപ്പോ ദേവേട്ടന് എന്ത് തോന്നിയിട്ടുണ്ടാവും? രാമ, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല വാർത്ത തന്നെ കേൾക്കാനിടയാവണേ. ചെറുക്കനീ അനാഥപിണ്ടത്തെയാ സ്നേഹിച്ചത്. പക്ഷെ തട്ട വിട്ടുകൊണ്ട് ചെന്നത് ശ്രേയമോളും. രാത്രി മുറിയിൽ തട്ട എടുത്തപ്പോ അവൻ എന്തു തോന്നിക്കാണോ ആവോ? അവർക്കിടയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവോ എന്തോ. രാമ, നിക്കടാ അവിടെ. എല്ലാത്തിലും ഒന്ന് കൈയിട്ടോളൂ. ഓ, ഹലോ അച്ഛമ്മേ, ഞാനാ. ആ ശ്രേയേ, എന്താ മോളെ? നിന്നെ ഓർത്ത് വിഷമിച്ചിരിക്കായിരുന്നടി. ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. അച്ഛമ്മേ, അച്ഛമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു. അതൊക്കെ പിന്നെ പറയാടി. ആദ്യം നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. എല്ലാ കാര്യം ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ? ആദ്യം എനിക്ക് പറയാനുള്ളത് കേക്ക് അച്ഛമ്മേ. പോടി, ഞാൻ പിന്നെ കേട്ടോളാം. ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. അതൊക്കെ പിന്നെ ആവാ അച്ഛമ്മേ. എടി ശ്രേ, പറയുന്ന കേക്ക്. അവിടെ എന്ത് സംഭവിച്ചു കാണുമെന്ന് ഓർത്തോർത്ത് രാത്രി ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല. കുറച്ചു നേരം ഒന്ന് നടു നിവർക്കാൻ പോലും എനിക്ക് മനസ്സ് തോന്നിട്ടില്ല. അതിനിടയ്ക്ക് നീ എന്താടി പറഞ്ഞു വരുന്നേ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയടി. ഇന്നലെ രാത്രി എല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ? എന്താ അച്ഛമ്മേ? എന്തെന്നാ നീ ഒന്നും അറിയാത്ത പോലെ ഇങ്ങോട്ട് ചോദിക്കുന്നേ? ആദ്യ രാത്രി ഭംഗിക്ക് നടന്നോന്നാ ചോദിച്ചേ. ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ അച്ഛമ്മ നേരെ ഇവിടെ വന്ന് ഇവരോട് പറയും. അപ്പൊ ഇവര് വീണ്ടും വേറൊരു രാത്രി ഒരുക്കും. ഈശ്വര, എന്റെ ഹീറോയിൻ സ്വപ്നം തവിട പൊടിയാവും. വേണ്ട, പറയാതിരിക്കുന്നതാ ബുദ്ധി. എന്താടി ഒന്നും മിണ്ടാത്തെ? പ്രശ്നമാണോടി? അവൻ നിന്നെ വല്ലതും പറഞ്ഞോ? എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഞാനെല്ലാം അടിപൊളിയായിട്ട് മാനേജ് ചെയ്തില്ലേ. അതെന്താടി നീ മാനേജ് ചെയ്തേ? മാനേജ് ചെയ്തതല്ല അച്ഛമ്മേ, ഭംഗിയായിട്ട് നടന്നു എന്ന് പറയാൻ വന്നതാ. ആ ഭഗവാനെ, ശ്രീരാമ ശ്രീരാമ ശ്രീരാമ.
എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നല്ലോ അല്ലേ? ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാലത്ത് തൊട്ട് നിന്റെ ഫോണും കാത്തിരിക്കായിരുന്നില്ലേ? എല്ലാം ഭംഗിയായിട്ട് നടന്നെന്നോ? തട്ടം മാറ്റി ശ്രേയയെ കണ്ടിട്ടും ദേവേട്ടനൊന്നും പ്രതികരിച്ചില്ലേ? അച്ചമ്മയ്ക്ക് മതിയായില്ല? ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. ശരി, എന്താന്ന് പറ. പിന്നൊരു കാര്യം പറഞ്ഞില്ലല്ലോ, വൈകുന്നേരം ആവുമ്പോ നിന്റെ അമ്മായിയമ്മ നിനക്ക് ആഭരണങ്ങൾ ചാർത്തുന്നൊരു ചടങ്ങൂടുണ്ട്. അത് തരുന്നതിന് മുൻപ് നിനക്കൊരു പരീക്ഷയുണ്ട്. ഇന്ന് നീ ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ബന്ധുക്കൾക്കും നിന്റെ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പേണ്ടി വരും. ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിനക്ക് ആഭരണം കിട്ടില്ല. മനസ്സിലായല്ലോ അല്ലേ? എന്നാ റെഡി ആയിക്കോ. ഇനിയിപ്പൊ ഞാനെന്താ ചെയ്യാ അച്ചമ്മ? എന്റെ കാര്യം അച്ചമ്മയ്ക്ക് അറിയാലോ. സ്റ്റവ് ഒന്ന് കത്തിക്കാൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോ വലിയ പ്രശ്നമാണല്ലോടി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വേറെ എന്തുകൊണ്ട് ചെയ്യാൻ? ഞാനില്ലായിരുന്ന സമയത്ത് എനിക്ക് പകരം ചേച്ചിയുടെ കഴുത്തിലല്ലേ താലി കെട്ടിയത്. അതേപോലെ ഇപ്പോഴും ചേച്ചിയെ ഇങ്ങോട്ട് അയച്ചേക്ക്. എനിക്ക് പകരം വൈദേഹി ചേച്ചി ചെയ്തോട്ടെ. ഇടിയടി ബുദ്ധിയില്ലാത്ത മരമണ്ടി. ആരെങ്കിലും കേട്ടാ അത് മതി എല്ലാം തകർന്ന് തരിപ്പണാവാൻ. ശ്രേയ, കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറന്നു കളയാൻ നിന്നോട് പറഞ്ഞതല്ലേ? ആ ചെറുക്കൻ താലി കെട്ടിയതേ നിന്റെ കഴുത്തല്ല പെണ്ണെ, വൈദേഹിയുടെ കഴുത്തിലല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കേട്ടോടി. എന്നാ ശരി, ഇനി ഒരിക്കലും ഞാനിത് പറയില്ല. വൈദേഹിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടും. വൈദേഹിയോ? അവളെ ഒന്നും അയക്കാൻ പറ്റില്ലടി. എന്തുകൊണ്ട് പറ്റില്ല? കാരണങ്ങളൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അവളെ അങ്ങോട്ട് അയക്കുന്നില്ല. ചേച്ചിയുള്ള ദേഷ്യത്തിന് ഇങ്ങോട്ട് പറഞ്ഞു വിടാതിരുന്നാലേ ഞാൻ ഇവിടെ പെട്ടുപോവാ അച്ചമ്മേ. എനിക്ക് തരാമെന്ന് പറഞ്ഞ ആഭരണങ്ങളൊക്കെ പിന്നെ തരാതിരുന്നാലോ? എനിക്കതൊക്കെ വേണം അച്ചമ്മേ. അതിന് വേറെ വല്ല മാർഗം ഉണ്ടോന്ന് നോക്കട്ടെ. എന്നാൽ ഇവളെ ഞാൻ അങ്ങോട്ട് അയക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ശ്രേയോടാണോ അമ്മ ഈ സംസാരിക്കുന്നത്? എന്താ പറ്റിയേ? എന്ത് വിചാരിക്കണ്ടെന്ന്? ഏയ്, ഒന്നും ഇല്ലടാ രാമ. സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നുമില്ലാന്ന് പറയുന്നു. ആ ഫോണിങ്ങന്നേ താ. ഭഗവാനെ, ആ ചെറുക്കൻ വൈദേഹിയാ സ്നേഹിച്ചത്. ഇവളെ അങ്ങോട്ട് അയച്ച അവളുടെ ജീവിതം തകരുമെന്ന് എങ്ങനെയാ ഞാൻ എന്റെ മോനോട് പറയുക? ഒരു വഴി കാണിച്ചാ രാമ. ശ്രേയെ, എന്താ മോളെ? അത് പിന്നെ അച്ഛാ, അത് എന്താ പറ്റിയ മോളെ? എന്താന്ന് അച്ഛനോട് പറ. അതെ, ഇവിടെ ഉള്ളവർക്കും പിന്നെ ബന്ധുക്കൾക്കും പുതിയ മരുമകള് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അച്ഛാ. ചേച്ചി സഹായത്തിന് അയക്കാൻ പറഞ്ഞപ്പോ അച്ഛമ്മ പറ്റില്ലെന്ന് പറയാം. ഇങ്ങനെ ഓരോ കാര്യത്തിനും നിന്റെ ചേച്ചിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ മോളെ? അതെ അതെ, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കടാ. എടി മന്ത്രക്കളവി, നീ എന്തിനാ തടസ്സം നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അല്ല, നീയും നല്ലോണമല്ലേ ഭക്ഷണം ഉണ്ടാക്കുക? പിന്നെന്തിനാ നിന്റെ ചേച്ചി അവിടെ? അച്ഛാ, 4 or 5 പേരാണെങ്കി ചെയ്തു കൊടുക്കാന്ന് വെക്കാം. ഇത് ഈ വീട്ടിലുള്ളവരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് കുറെ പേരുണ്ട് അച്ഛാ. അതുകൊണ്ട് ഒരു സഹായത്തിന് ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ. അച്ഛാ, ശ്രേയയുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നതിന് അമ്പലത്തിൽ നേർന്ന പൂജ കഴിക്കാൻ പോവല്ലേ? അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ അത് ചേച്ചി, പ്ലീസ് ചേച്ചി. പൂജയൊക്കെ അച്ഛനും അമ്മയും കൂടെ പോയി ചെയ്തോളും ചേച്ചി. ചേച്ചി വന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാകും. വാ ചേച്ചി. അതൊന്നും വേണ്ട ശ്രേയ, നീ തന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്ക്. അയ്യോ, അങ്ങനെ പറയില്ല ചേച്ചി, പ്ലീസ് ചേച്ചി. ഇല്ല ശ്രേയ, എനിക്ക് വരാൻ പറ്റില്ല. നീ വിഷമിക്കണ്ട മോളെ, ചേച്ചി വരുന്നുണ്ട്. താങ്ക്സ് അച്ഛാ.
പ്രശ്നം തീർന്നു. ഈ സമയത്ത് അവളെ അങ്ങോട്ട് അയക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മ എന്തിനാ അതിന് വിഷമിക്കുന്നത്? ഈ ഒരു വട്ടം കൂടിയല്ലേ. വൈദേഹി, ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിക്കോളാം. മോള് ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലേ. അച്ഛാ, എന്താടി? അവനങ്ങനെ പലതും പറയും. ഉടനെ ചാടി പുറപ്പെടുക. നീ അവിടേക്ക് ചെന്നാല് എന്താ സംഭവിക്കാന്നറിയാലോ നിനക്ക്. എന്റെ ശ്രേയമോളുടെ ജീവിതം നശിപ്പിക്കാനുള്ള പുറപ്പാടാണല്ലേ? രാമേട്ടൻ പറഞ്ഞാ പിന്നെ വൈദേഹിക്ക് എന്ത് ചെയ്യാൻ പറ്റുമമ്മേ? നിനക്ക് ഏത് നേരം ഇവള് കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളൂ. നീ ഇവളെയാണോ അവളെയാണോ പ്രസവിച്ചത്? സുലേഖേ, ഇവള് ചെന്നാ അവിടെ എന്താ നടക്കുക നിനക്ക് അറിയാൻ പാടില്ലെന്നുണ്ടോ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമില്ലേ അമ്മ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നേ? എന്നാലും ആദ്യ രാത്രിയൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞു കാണും. അപ്പൊ പിന്നെ ഇനി പേടിക്കാനൊന്നും ഉണ്ടാവില്ല. നീ പേടിക്കാതെ പോയിട്ട് വാ മോളെ. നിക്കടി അവിടെ. എന്റെ മോൻ പോകാൻ പറഞ്ഞാലും നിന്റെ കാലും കയ്യും തല്ലിയൊടിച്ച് അകത്ത് കെട്ടിയിടാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ എന്തിനാ മിണ്ടാതെ നിൽക്കുന്നതെന്ന് അറിയുമോ നിനക്ക്? ഇന്നലെ അവളുടെ ആദ്യ രാത്രി ഭംഗിയായിട്ട് നടന്നു മോളെ. ആ ഇതിന്നപ്പൊ നിനക്ക് എന്താ മനസ്സിലായത്? എന്റെ ശ്രേയമോളെ ദേവൻമോൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. നീ വിചാരിക്കുന്ന പോലെ കൊട്ടാരം വീട്ടിലെ ചെറുക്കന് നിന്നോട് പ്രത്യേകിച്ച് ഒരു പ്രേമോ ഇല്ലായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതറിയണമെങ്കിൽ ചേച്ചി ദേവൻചേട്ടന് മുമ്പിൽ ചെന്ന് നിൽക്കണം. എന്തിനാ ഇവൾ അവന്റെ മുമ്പിൽ ചെല്ലുന്നേ? അങ്ങനെ ചെന്നാ പഴുത്തുഞ്ഞ കൊല്ലിഞ്ഞ് ഒരീച്ച പോലും അറിയാതെ രഹസ്യമായി അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിങ്ങ് പോന്നോണം. അവിടെ ചെന്നിട്ട് വല്ല പ്രകടനവും നടത്തിയാല് പിന്നെ നീ ജീവിച്ചിരിക്കില്ല. പോയിട്ട് വാ. ചേച്ചി, 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 ഞാനും ചേച്ചിയുടെ കൂടെ വന്നോട്ടെ? വേണ്ട മാധവ. സത്യനാരായണ പൂജയ്ക്ക് വന്നിട്ട് നീ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ മതി. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. എന്നാ ചെല്ലു വൈദേഹി ചേച്ചി. മാധവൻ കൂടെ വരുന്നില്ലെങ്കിൽ എന്താ? വൈദേഹിയെ കണ്ടുപിടിക്കാൻ ദേവൻചേട്ടന് മാധവനെ വേണമെന്നില്ല. സീതാദേവി പോയിട്ട് വാ. നീ എന്നെ പറ്റിച്ചു കളഞ്ഞല്ല. ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്റെ മനസ്സിൽ ശ്രേയയുടെ സ്ഥാനത്ത് നീയാണുള്ളതെന്നും
നിന്റെ അനിയത്തിയോടൊപ്പം കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോഴും എന്തിനാ നീ മൗനം പാലിച്ച് അകന്നു മാറി നിന്ന്? നിന്നോടൊപ്പം ജീവിതം പങ്കിടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ മുഖം മറിച്ച് നിന്റെ അനിയത്തി എന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുമ്പോഴും അതിനെ അനുകൂലിച്ച് മാറി നിൽക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ഇപ്പോഴും ഗൗരവത്തിൽ തന്നെയാണല്ലോ. എന്താണാവോ ചിന്തിച്ചു കൂട്ടുന്നത്? ഇനിയും പുതിയ വല്ല ചോദ്യമായിട്ട് വരുമോ? ഇങ്ങനെ അകന്നു നിൽക്കുന്നത് തന്നെയാ നല്ലത്. എന്നാലും അകന്നു പോകുമ്പോ ഞാനും മൈൻഡാക്കാതെ നിന്നാ സംശയം കൂടാനിടയുണ്ട്. അതുകൊണ്ട് വിഷമിക്കുന്നത് പോലെ ചുമ്മാ അഭിനയിച്ചേക്കാം. എന്നെ ഇഷ്ടമല്ലാത്തോണ്ടാണെന്ന് കരുതി സമാധാനിക്കാനും കഴിയുന്നില്ല. കാരണം എന്നോടുള്ള സ്നേഹം നിന്റെ കണ്ണുകളിൽ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത്? എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം വേണം. അത് നിന്റെ നാവിന്ന് തന്നെ എനിക്കറിയാൻ വേണം. എന്തിനാ എന്നിൽ നിന്നിങ്ങനെ അകന്നകന്ന് പോകുന്നത്? താലി കെട്ടിയ ഭാര്യയോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളോടെന്ന പോലെ എന്തിനാ പെരുമാറുന്നത്? എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ദേവസ്ഥാനത്തെ രാമന്റെ മകളെ തന്നെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് കല്യാണം കഴിച്ചത്? ഭാര്യയായി കഴിഞ്ഞതും ആ സ്നേഹമൊക്കെ എവിടെ പോയി? ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണോ? രാത്രി കയറി വന്നപ്പോ ടെൻഷൻ കാരണം എന്തെങ്കിലും പറഞ്ഞതാണെന്ന് ഓർത്ത് സമാധാനിക്കാതെ വെച്ചപ്പോ നേരം വെളുത്തപ്പോ നിനക്ക് തന്നെയാണോ താലി കെട്ടിയെന്ന് വന്ന് ചോദിക്കുന്നു. ഒത്തിരി ആഗ്രഹങ്ങളോടുകൂടിയാ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് വരിക. വന്ന് കയറിടത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ അവൾ എന്തു ചെയ്യും? അപ്പൊ എന്റെ സംശയത്തിൽ യാതൊരു തെറ്റുമില്ല. ശരിക്കും ഞാൻ ശ്രേയയുടെ കഴുത്തിലാണ് താലി കെട്ടിയതെങ്കിൽ പന്തലിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി സാമ്പ്രാണിത്തിരിയുമായി ഉണ്ടായ കൂടിക്കാഴ്ചകളെ കുറിച്ച് പറഞ്ഞപ്പോ അത് ഞാനല്ല എന്റെ ചേച്ചിയാണെന്ന് അപ്പോഴെങ്കിലും പറഞ്ഞുകൂടായിരുന്നു ഇവൾക്ക്? ഒന്നും പറയാതെ എന്തിനെന്റെ കൈ പിടിക്കണവള്? അപ്പോ ശ്രേയയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൗനം പാലിക്കുന്നത്. അത് ശ്രേയയോട് തന്നെ നേരിട്ട് ചോദിച്ചാലോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കൃത്യമായി മറുപടി പറയണം. ഭഗവാനെ, വീണ്ടും എന്താണ് ചോദിക്കാൻ പോകുന്നത്?